Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. United Nations Framework Convention on Climate Change, UNFCCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP29 അസർബൈജാനിൽ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ കുറച്ച് ആർട്ടിക്കിൾസ് കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. ക്ലൈമറ്റ് ഫൈനാൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ NCQG ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന സമ്മിറ്റിലായിരിക്കും, ഈ പറയുന്ന കോൺഫറൻസിലായിരിക്കും. സോ എന്തായിരിക്കും അതിന്റെ ഔട്ട്കംസ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. പിന്നെ കാസ്റ്റ് സർവേ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. പല സ്റ്റേറ്റ്സും ഇൻഡിപെൻഡന്റ്ലി കാസ്റ്റ് സർവേ പറഞ്ഞിട്ടുണ്ട്. ചിലർ യൂണിയൻ ഒരു കാസ്റ്റ് സർവേ നടത്തണം എന്ന് പറയുന്നുണ്ട്. 2011 നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് SECC 2011 കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയൊന്നും ഗവൺമെന്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ വേറെ ചില ഗവൺമെന്റ്സിന്റെ കർണാടക ഗവൺമെന്റിന്റെ ഒക്കെ ഒരു റിപ്പോർട്ട് ഉണ്ട്, സ്റ്റേറ്റ് തന്നെ നടത്തിയ ഒരു കാസ്റ്റ് സെൻസസിന്റെ. അതിന്റെ ഇന്നും റിപ്പോർട്ട്സ് പബ്ലിക് ആയിട്ടില്ല. സോ ഈ റിപ്പോർട്ട്സ് ഇപ്പൊ ഈ ഇലക്ഷൻസ് ഒക്കെ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ കാസ്റ്റ് സെൻസസ് ഒക്കെ ഒരു റേജിങ് ഇഷ്യൂ ആണ്. കാസ്റ്റ് സെൻസസ് പലരും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് സെൻസസ് നടത്തി കഴിയുമ്പോൾ റിസർവേഷൻസിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇലക്ഷൻസിന്റെ ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇതില് റിസർവേഷൻസിന്റെ പുറത്ത് ഒരു 50% ക്യാപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു സീലിംഗ്. ആ സീലിംഗ് വന്നത് മണ്ഡൽ കേസ് അല്ലെങ്കിൽ ഇന്ദിരാസാനി കേസിന്റെ വേർഡിക്റ്റിലാണ്. മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് ഇതിനെ പറയും. 1992 ഉണ്ടായിരുന്ന കേസാണ്. ഈ കേസിന്റെ വേർഡിക്റ്റിന്റെ ഭാഗമായിട്ടാണ് റിസർവേഷൻസിന്റെ പുറത്ത് ഒരു 50% ലിമിറ്റ് സുപ്രീം കോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് OBC കമ്മ്യൂണിറ്റീസിനൊക്കെ 27% കോട്ട അപ്ഹോൾഡ് ചെയ്തു സുപ്രീം കോടതി. പക്ഷേ എക്സ്ട്രാ ഒരു 10% അന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഫോർ ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് കാസ്റ്റ് ഫ്രം ദി അപ്പർ കാസ്റ്റ്. അത് വേണ്ടാന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ പിന്നെ റീസെന്റ് ആയിട്ട് EWS ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് അത് 27% ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ് അത് സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ടോട്ടൽ റിസർവേഷൻ SC ST OBC കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ റിസർവേഷൻ 50% ഇന്ത്യയുടെ പോപ്പുലേഷനിൽ കൂടരുത് എന്നുള്ളൊരു സ്റ്റാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല OBCസിന്റെ ഇടയ്ക്ക് ഒരു ക്രീമി ലെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റും കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് OBC കമ്മ്യൂണിറ്റിയിലെ ടോപ്പായിട്ട് വരുന്ന ക്രീമി ലെയർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, അതിന് കുറച്ച് ക്രൈറ്റീരിയ ഗവൺമെന്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഇൻകം ലിമിറ്റ്സും എത്ര ലാൻഡ് ഹോൾഡിംഗ് ഉണ്ടെന്നും പേരൻസിന്റെ ഓക്യുപ്പേഷനും ഒക്കെ വെച്ചിട്ട് ക്രീമി ലെയർ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് OBC കമ്മ്യൂണിറ്റീസിൽ. ആ ക്രീമി ലെയറിനെ എക്സ്ക്ലൂഷൻ റിസർവേഷൻ ഒഴിവാക്കണം എന്നുള്ളതും ഈ ഇന്ദിരാസാനി വേർഡിക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ GS2 കോട്ട് ചെയ്യുന്ന റിസർവേഷൻസിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു കേസാണ് ഇന്ദിരാസാനി വേർഡിക്റ്റ്. അപ്പോ ഈ EWSനെതിരെ EWS അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ വേർഡിക്റ്റ് ആക്ച്വലി EWSനെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വേർഡിക്റ്റ് ഉണ്ടായിരുന്നു. ജൻഹിത് അഭിയാൻ കേസ് എന്നാണ് അതിനെ പറയാ. ജൻഹിത് അഭിയാൻ കേസ്. അതിന്റെ വേർഡിക്റ്റിൽ ശരിക്കും പറഞ്ഞത് EWS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2019 EWS കൊണ്ടുവന്നത്. സോ ഈ 1992 വേർഡിക്റ്റ് അന്നത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറീസിന്റെ റിസർവേഷൻ ലിമിറ്റ് 50% കൂടുതലാവരുത് എന്നുള്ളതായിരുന്നു. ഈ EWS കൊണ്ടുവരുന്ന എക്സ്ട്രാ 10% ആ 50% സീലിംഗിന്റെ കീഴിൽ കണക്കാക്കാൻ പറ്റില്ല എന്നായിരുന്നു സുപ്രീം കോർട്ട് പറഞ്ഞത്. അങ്ങനെയായിരുന്നു EWSനെ അപ്ഹോൾഡ് ചെയ്തത്. ഈ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന്റെ ഇടയ്ക്ക് ഇക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവന്ന് റിസർവേഷൻ കൊടുക്കുക. അതായത് EWS ശരിക്കും അഫർമേറ്റീവ് ആക്ഷൻ, അതായത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സെക്ഷൻസിന് വേണ്ടി ഫേവറബിൾ ആയിട്ട് ഒരു പോളിസി ആക്ഷൻ ആണ്, അത് വാലിഡ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ് എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് അതിനെ ജൻഹിത് അഭിയാൻ കേസിൽ EWSനെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ വേർഡിക്റ്റിനെ പറ്റിയിട്ട്. പ്രിസൺസിൽ ഉള്ള കാസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് GS1 സൊസൈറ്റി, GS2 സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്.
എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ, അതായത് സ്റ്റേറ്റ് ആണ് ശരിക്കും എന്താണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, പക്ഷെ സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ എങ്ങനെയാണ് കാസ്റ്റ് പെർപെട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ പ്രിസൺസ്. പ്രിസൺസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ്സിന് അവരവരുടേതായ പ്രിസൺ മാനുവൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രിസൺ മാനുവൽസിൽ പലപ്പോഴും കാസ്റ്റ് സെഗ്രിഗേഷൻ ഉണ്ട്. ദ കൈൻഡ് ഓഫ് വർക്ക് പ്രിസണിൽ വർക്ക് അലോട്ട് ചെയ്യുന്നതൊക്കെ, ഇൻമേറ്റ്സിന് വർക്ക് അലോട്ട് ചെയ്യുന്നതൊക്കെ കാസ്റ്റ് ബേസിസിലാണ്. ഈവൻ സ്റ്റേസ് പോലും, പ്രിസന്റ് അകത്തുള്ള സ്റ്റേ പോലും കാസ്റ്റ് ബേസിസിൽ സെഗ്രിഗേറ്റഡ് ആണ്. അപ്പോ ഈ വേർഡിക്റ്റ് സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസിന്റെ പേരിൽ. അതില് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഡിസ്ക്രിമിനേഷൻ സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രിസൺസിൽ. മാത്രമല്ല ഈ ജയിൽ മാനുവൽസിലുള്ള സാങ്ഷൻഡ് ആയിട്ടുള്ള കാസ്റ്റ് സെഗ്രിഗേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലി സാങ്ഷൻഡ് ആയിട്ടുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു കോർട്ട്. അത് പ്രിസണേഴ്സിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയാണെന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. അന്ന് വന്ന ന്യൂസിന്റെ ബേസിസിൽ സുപ്രീം കോർട്ടിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഹയറാർക്കി പ്രകാരം സെഗ്രിഗേറ്റ് ചെയ്യുക, പ്രിസണേഴ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, അതായത് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തെ ക്രിമിനൽ ട്രൈബ്സ് ആയിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻസിന് ശേഷം ഡീനോട്ടിഫൈ ചെയ്യപ്പെട്ട ട്രൈബ്സിനെ ഇന്നും ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ട് തന്നെ കണക്കാക്കുക. ഇതെല്ലാം ഇന്നും എന്താണ് ഓൺഗോയിങ് പെർപെച്വേഷൻ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. അതും ഒരു സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന്. സോ ഇത് എന്താണ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫണ്ടമെന്റൽ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ഡെട്രിമെന്റലി ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവ്രി വൺ ഈസ് ബോൺ ഈക്വൽ, ദർ കനോട്ട് ബി എനി സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ടു ദ എക്സിസ്റ്റൻസ്, ടച്ച് ഓർ പ്രസൻസ് ഓഫ് എനി പേഴ്സൺ. സോ നമുക്ക് ഈ കേസ് കോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒബ്സർവേഷൻസ് നമുക്ക് എത്തിക്സിലായാലും സൊസൈറ്റിയിലായാലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം പല കൺട്രീസും US, UK അവരൊക്കെ ശരിക്കും മറ്റുള്ള കൺട്രീസിൽ നിന്ന്, ഇപ്പൊ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള മൈഗ്രേഷൻസിന്റെ എഗൻസ്റ്റ് ആന്റി ഇമിഗ്രന്റ് പോളിസീസ് ആണ് കളിക്കൊള്ളാൻ പോകുന്നത്. ഇപ്പൊ ട്രംപ് പറയുന്നത് എന്താണ്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒക്കെ ഉടനെ തന്നെ ഡിപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇമിഗ്രേഷൻ കുറയ്ക്കും എന്നൊക്കെയാണ് ട്രംപിന്റെ ഒക്കെ വാദം. പക്ഷെ അതേസമയം ജർമ്മനി ഇന്ത്യൻസിനെ, സ്കിൽഡ് ആയിട്ടുള്ള ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെ വിസ പെർമിറ്റ്സ് കുറച്ചുകൂടെ കൂട്ടുന്നതിനെ പറ്റി അവരുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഒന്ന്, ജർമ്മനിയിലെ ഏജിംഗ് പോപ്പുലേഷൻ ആണ്. എവറി സെക്കൻഡ് പേഴ്സൺ ഇൻ ജർമ്മനി ഇസ് ഓവർ ദ ഏജ് ഓഫ് 45 ആൻഡ് 1 in 5 ഇസ് ഓവർ ദ ഏജ് ഓഫ് 67. അതുകൊണ്ട് തന്നെ അവർക്ക് യങ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി അവര് നമ്മുടെ ഇന്ത്യൻസിന് വേണ്ടി, ഇന്ത്യൻ സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വിസ കൂട്ടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഫേവറബിൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, നമ്മുടെ പോപ്പുലേഷന്റെ നല്ലൊരു ശതമാനവും വർക്കിംഗ് ഏജിലുള്ളതാണ്. അതിൽ സ്കിൽഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ, നമ്മുടെ ഫേവറബിൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കാരണം തന്നെ നമുക്ക് മൈഗ്രേഷൻ മറ്റ് കൺട്രീസിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇസ്രായേലും ജപ്പാനും ഒക്കെ പലപ്പോഴും ഇന്ത്യൻ വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ പോസിബിൾ ആക്കുന്നുണ്ട്. അതുവഴി നമുക്ക് റെമിറ്റൻസസ് ഒക്കെ, ഈ പുറത്തുനിന്നുള്ള NRIs ഒക്കെ കൊണ്ടുവരുന്ന റെമിറ്റൻസ് ഒക്കെ കൂടുതലാക്കാൻ പറ്റും. സോ അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതാം. പിന്നെ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫെർട്ടിലൈസറിന്റെ സിവിയർ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഒന്ന്, ഈ ഗ്ലോബൽ അതിന്റെ പ്രൈസ് വല്ലാണ്ട് കൂടി, ഗ്ലോബൽ പ്രൈസസ് ഒക്കെ കൂടിയത് കൊണ്ട് സ്റ്റോക്സ് ഒന്നും ഇല്ല ഇപ്പൊ അധികം. അത് ശരിക്കും ഈ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന റാബി ക്രോപ്സ്, ഉടനെ സോ ചെയ്യേണ്ട റാബി ക്രോപ്സിന്, വിന്ററിൽ സോ ചെയ്യേണ്ട റാബി ക്രോപ്സിന് ഈ സോയിങ് സീസണിൽ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. സോ അതിന്റെ ഷോർട്ടേജ് എന്ന് പറയുന്നത് സോയിങ്ങിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാം. സോ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് യൂറിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ് ആസ് എ ഫെർട്ടിലൈസർ. ഇതിന്റെ കോമ്പസിഷൻ നൈട്രജൻ 18%, ഫോസ്ഫറസ് 46%, വിച്ച് ആർ എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻസ്. പിന്നെ ഇത് വെള്ളത്തിൽ പെട്ടെന്ന് സോളിബിൾ ആണ്, ഇത് ഇറ്റ്സ് ഹൈലി സോളിബിൾ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിസോൾവ്സ് ക്വിക്ലി ആൻഡ് റിലീസസ് അമോണിയം ആൻഡ് ഫോസ്ഫേറ്റ്. അമോണിയം വഴി നൈട്രജനും കിട്ടും, ഫോസ്ഫേറ്റും കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റാബി ക്രോപ്സിന് വളരെ എസെൻഷ്യൽ ആണ്. സോയിങ് സീസണിൽ തന്നെ ഇത് സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്, ഇത് ഗ്രോത്ത് ഒക്കെ നർച്ചർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ യൂസ് ശരിക്കും ഈ ഡയമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വേണം.
ഇപ്പൊ വീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഏക്കറിന് തന്നെ 45-50 കിലോ, 45 തൊട്ട് 50 കിലോയുടെ ഒരു ചാക്ക് വേണം ഒരു ഏക്കറിൽ സ്പ്രിങ്കിൾ ചെയ്യണമെന്ന്. സോ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഷോർട്ടേജ് എന്ന് പറയുന്നത് റാബി ക്രോപ്സ്, ഇപ്പൊ വീറ്റ്, പൊട്ടാറ്റോ, മസ്റ്റാർഡ്, ചന അതുപോലത്തെ ക്രോപ്സിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നാനോഡാപ്പ്. ഇത് അസോസിയേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പ്രിലിംസ് പെർസ്പെക്റ്റീവില്. എന്താണ് നാനോഡാപ്പ്? നാനോഡാപ്പ് ഡയമോണിയം ഫോസ്ഫേറ്റ് തന്നെയാണ്, പക്ഷെ നാനോ പാർട്ടിക്കിൾസ് ആണ് ഇതിലുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് IFFCO ആണ്. ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. നമ്മുടെ ഡാപ്പ്, നോർമൽ ഡാപ്പ് എന്ന് പറയുന്നത് ഗ്രാനുൾസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ദിസ് ഇസ് എ ലിക്വിഡ് ഫെർട്ടിലൈസർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നാനോ പാർട്ടിക്കിൾസ് ഓഫ് ഡയമോണിയം ഫോസ്ഫേറ്റ്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 8% നൈട്രജനും 16% ഫോസ്ഫറസും ആണ്. പിന്നെ നാനോ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലീവ്സിലൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ സ്റ്റൊമാറ്റോയിൽ പോർസിലൂടെയൊക്കെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മറ്റത് നമ്മൾ വാട്ടർ സോളിബിൾ ആക്കിയിട്ട് സ്പ്രിങ്കിൾ ചെയ്യാണ് വേണ്ടത്. ഇത് നമുക്ക് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഹാസ് എൻ അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ടു വോളിയം. പാർട്ടിക്കിൾ സൈസ് കുറവായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ഹൈലി അബ്സോർബിൾ. 500 milliliter ഓഫ് നാനോ ഡാപ്പ് ഇസ് ഈക്വൽ ടു 50 kg ബാഗ് ഓഫ് കൺവെൻഷണൽ ഡാപ്പ്. ആ ഒരു വ്യത്യാസമുണ്ട്. എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത്, സബ്സിഡീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പുറത്തൊരു ഫിനാൻഷ്യൽ ബർഡൻ ആണ്. ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് ഫുഡിനാണ്, ഫോളോഡ് ബൈ ഫെർട്ടിലൈസേഴ്സ്. ഫുഡും ഫെർട്ടിലൈസറും ആണ് മെജോറിറ്റി സബ്സിഡീസും പോകുന്നത്. അപ്പൊ ഈ ഫെർട്ടിലൈസർ സബ്സിഡി കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റിൽ വരണം. അത് കോസ്റ്റ് എഫിഷ്യന്റും ആയിരിക്കണം, യൂസും പെട്ടെന്ന് എഫിഷ്യന്റ് ആവുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആണ് ശരിക്കും ഈ നാനോ ഡാപ്പ് എന്ന് പറയുന്നത്. പിന്നെ സോ അതാണ് നാനോ ഡാപ്പിന്റെ ഇമ്പോർട്ടൻസ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് റിലേറ്റഡ് ആയിട്ട് 2020 ചോദിച്ചൊരു ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. At present, the retail price of chemical fertilizers is market driven and not administered by the government. Second statement, ammonia, which is an input of urea, is produced from natural gas. Third statement, sulfur, which is a raw material for phosphoric acid fertilizer, is a byproduct of oil refineries. Which of the statements given above is or are correct? So, first statement നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് മാർക്കറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെന്റ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റ് ആണ് പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പ്രൈസസിന്റെ ഫ്ലക്ച്വേഷൻ, ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൈസസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ഒക്കെ ചെയ്യും. അത് ഫാമേഴ്സിന് പലപ്പോഴും ഫെർട്ടിലൈസേഴ്സ് ആക്സസിബിൾ ആക്കില്ല. അത് നമ്മുടെ അഗ്രികൾച്ചറിനെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കും. അത് അലൗ ചെയ്യാൻ പറ്റില്ല. സോ പ്രൈസസ് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സബ്സിഡീസും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് പ്രൈസ് കൺട്രോളിൽ ഒരു റോള് ഗവൺമെന്റ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ തന്നെ രണ്ട് ഓപ്ഷൻസ് പോവും. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അമോണിയ വിച്ച് ഇസ് എൻ ഇൻപുട്ട് ഓഫ് യൂറിയ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ്, ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. Sulfur, which is a raw material for phosphoric acid fertilizer, is a byproduct of oil refineries. Oil refineries ന്റെ byproduct ആയിട്ട് സൾഫർ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ സയൻസ് ആൻഡ് ടെക്കിലെ ബേസിക്സിൽ പഠിക്കുന്നതാണ്. സോ ആൻസർ ഇസ് ബി, 2 and 3 only. അടുത്തത് റുപ്പി റൂബിൾ ട്രേഡിനെ പറ്റിയിട്ട് ഉള്ളൊരു ന്യൂസ് ആണ്. അതായത് ഇന്ത്യയുടെയും എന്താണ് ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ മീറ്റിംഗിന് മുന്നോടിയായിട്ട് ബയലാറ്ററൽ ട്രൈസ് സ്ട്രെങ്തൻ ചെയ്യണമെന്നും ട്രേഡ് നാഷണൽ കറൻസീസിൽ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെയും റഷ്യയുടെയും നാഷണൽ കറൻസീസിൽ ട്രേഡ് ബൂസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ യൂഷ്വലി ട്രേഡ് നടക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമെങ്കിൽ വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡോളേഴ്സ്, എന്നിട്ടാണ് റൂബിളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഡോളറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ നാഷണൽ കറൻസീസിന്റെ ഹെൽപ്പ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ശരിക്കും ആരുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് നോക്കുന്നതെന്നുള്ള ബേസിസിലാണ് ഈ നോസ്ട്രോയുടെയും വോസ്ട്രോയുടെയും വ്യത്യാസം. നോസ്ട്രോ ആൻഡ് വോസ്ട്രോ ആർ ലാറ്റിൻ ടേംസ്. നോസ്ട്രോ എന്ന് വെച്ചാൽ അവേഴ്സ്, വോസ്ട്രോ എന്ന് വെച്ചാൽ യോഴ്സ്. സോ
സേ ഒരു ഇന്ത്യൻ ബാങ്ക്, SBI ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ ബാങ്ക്, സേ SBI റഷ്യയിലെ ഒരു ബാങ്കില്, ഒരു റഷ്യൻ ബാങ്കില് അക്കൗണ്ട് തുറക്കും. ഈ അക്കൗണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവില് ഇറ്റ്സ് എ നോസ്ട്രോ അക്കൗണ്ട്, ഇറ്റ്സ് ആർ അക്കൗണ്ട്. ആൻഡ് ഈ അക്കൗണ്ട് തുറക്കുന്നത് റഷ്യയുടെ ഡൊമസ്റ്റിക് കറൻസി റൂബിളിലായിരിക്കും നമ്മൾ ഈ അക്കൗണ്ട് തുറക്കുക. റഷ്യയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ തുറന്നിരിക്കുന്ന അക്കൗണ്ട് ഇസ് വോസ്ട്രോ അക്കൗണ്ട്. ഇങ്ങനെയാണ് അതിനെ പറയാ. ട്രേഡ് നടക്കുന്നതെന്ന് വെച്ചാല് ഇവിടത്തെ ഒരാൾക്ക്, ഇവിടെ റഷ്യയിലുള്ള ഒരാൾക്ക് ശരിക്കും ഈ നമ്മുടെ SBIയുടെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ നിന്നും തിരിച്ച് റഷ്യ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടാവും, അതിലേക്ക് കൊടുത്താൽ മതിയാവും. സോ ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഈ നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ടിന്റെ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡോളറിന്റെ യൂസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. Nostro account is said to be a record of deposits held by a bank with a foreign bank. ഒരു ഫോറിൻ ബാങ്ക്, റഷ്യയിലുള്ള ഒരു ബാങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് കറൻസിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ട്, അതാണ് നോസ്ട്രോ അക്കൗണ്ട്. വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് നേരെ തിരിച്ച്, അവർ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ തുടങ്ങിയ അക്കൗണ്ട് വോസ്ട്രോ അക്കൗണ്ട്. വോസ്ട്രോ അക്കൗണ്ട് is one that is again managed by a correspondent bank on another bank's behalf. റഷ്യൻ ബാങ്ക് നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യാണ്. So that is a വോസ്ട്രോ അക്കൗണ്ട് from their perspective. അപ്പോ again ഈ difference between the two is that it is described from the point of view of two different banks. That is deposit bank ഉം ഹോൾഡർ ബാങ്കിന്റെയും പെർസ്പെക്റ്റീവിലാണ് ഈ നോസ്ട്രോയുടെയും വോസ്ട്രോയുടെയും ചേഞ്ച് വരുന്നത്. നേരത്തെ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ, if an Indian bank keeps an account with an overseas bank in Russia in ruble, such an account maintained in a foreign currency at a foreign center would be called a nostro account by the concerned Indian bank. The Russian bank concerned will refer to the same account as vostro account. So ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോ ഡീഡോളറൈസേഷൻ, ഡോളറിനെ ഇന്റർനാഷണൽ ട്രേഡിന് മാക്സിമം ഡോളറിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ഡീഡോളറൈസേഷൻ മൂവ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാഷണൽ കറൻസി ഇപ്പൊ റുപ്പീനെ ഒക്കെ ഇന്റർനാഷണലൈസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ആയിട്ട് ഈ നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സ് യൂസ്ഫുൾ ആണ്. പിന്നെ ഇന്ത്യയുടെ കാർബൺ ക്രെഡിറ്റ് മെക്കാനിസത്തെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പലപ്പോഴും ഇതിന്റെ ഒരു ഷോർട്ട് കമ്മിങ് ആണ് പറയുന്നത്. ഈ കാർബൺ ക്രെഡിറ്റ്സ് പലപ്പോഴും എന്താണ് ഫോൾസിഫൈ ചെയ്യാറുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ്, അൺസയന്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് കാർബൺ ക്രെഡിറ്റ്സ് ആയിട്ട് എന്താണ് കാണിക്കാറുണ്ട്, ഡബിൾ കൗണ്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്. സോ അതിനെ എങ്ങനെയൊക്കെ തടയാം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇതിലൊരു ടേം പറയുന്നുണ്ട്, ഗ്രീൻ വാഷിംഗ്. ഈ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന ടേം UPSC 2022 ചോദിച്ചിട്ടുണ്ട്. Which one of the following best describes the term greenwashing? Answer എന്ന് പറയുന്നത് A ആണ്. Conveying a false impression that a company's products are eco-friendly and environmentally sound. വൈറ്റ് വാഷിംഗ് പോലെ എന്തെങ്കിലും കുറവുകൾ മറയ്ക്കാൻ വൈറ്റ് വാഷ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയാണ് ഗ്രീൻ വാഷിംഗ്. അതായത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് കള്ളമായ രീതിയിൽ കാണിക്കുക, ദാറ്റ് ഇസ് ഗ്രീൻ വാഷിംഗ്. സോ ഇങ്ങനത്തെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് വരുന്നത് ഫിലിംസ് പെർസ്പെക്റ്റീവില് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പിന്നെ സൊസൈറ്റി പെർസ്പെക്റ്റീവില് LGBTQ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസില് ഒന്ന് സെക്ഷൽ വയലൻസ് ആണ്. സോ അതിനെ പറ്റിയിട്ട് വന്നൊരു സ്റ്റഡിയാണ്. ഇപ്പൊ മേജർ സിറ്റീസിൽ ദർ ഇസ് ഹൈ പ്രിവലൻസ് ഓഫ് സെക്ഷൽ വയലൻസ് അഗൈൻസ്റ്റ് ഗേ ബൈസെക്ഷൽ മെൻ എന്നൊരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ടൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനൊക്കെ കൂട്ട് ചെയ്യാം. പിന്നെ വേറെ എക്സാമ്പിള് വിമൻ നേവൽ ഓഫീസേഴ്സ്, വിമൻ എംപവർമെന്റിലും അച്ചീവ്മെന്റ് ഓഫ് വിമൻ അല്ലെങ്കിൽ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് മൈൻഡ് സെറ്റ് മാറുന്നത് ടുവേർഡ്സ് വിമൻ, അതിലൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. വിമൻ നേവൽ ഓഫീസേഴ്സ് സർക്കംനാവിഗേറ്റിംഗ് ഗ്ലോബ് റീച്ച് ഓസ്ട്രേലിയ ഇൻ ദർ ഫസ്റ്റ് സ്റ്റോപ്പ്. അതായത് അവർ ഗോവയിൽ നിന്ന് തുടങ്ങി ഓസ്ട്രേലിയ എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് നമ്മൾ 2 വിമൻ ഓഫീസേഴ്സ് ദർ ഗോയിങ് ടു ഗോ അറൌണ്ട് ദ ഗ്ലോബ് ആൻഡ് കം ബാക്ക് ടു ഇന്ത്യ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ആയിട്ട് അവർ ഓസ്ട്രേലിയ എത്തി എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ ട്രഡീഷണലി എന്താണ് പേട്രിയാർക്കലി വിമൻ വെർ റെലിഗേറ്റഡ് ടു എന്താണ് സോഫ്റ്റ്വെയർ ജോബ്സ്. അപ്പൊ ഇപ്പോ acceptance in the larger acceptance of women in armed forces, അതൊരു എക്സാമ്പിൾ ആയിട്ടൊക്കെ women empowerment എക്സാമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് എഴുതാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.